ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് രാവിലത്തെ നാസ്തയൊക്കെ കഴിഞ്ഞ് അപ്പോൾ മോളും സ്കൂളിൽ പോയിട്ടാണ്. അപ്പം ഞാൻ അത് എൻ്റെ മുറിയൊക്കെ ഒന്ന് ഒതുക്കാൻ വിചാരിച്ച് ആകെ അലങ്കോലാക്കി ഇട്ടിട്ടാണ് പോയേക്കണത് ആൾ. പിന്നെ തുണി ഇന്നലെ തലക്കിയതൊന്നും ഞാൻ മടക്കി വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ അതേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് നമ്മുടെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കണം. മോളിപ്പോൾ പുതപ്പൊന്നും പുതക്കാറില്ല കേട്ടോ. എനിക്ക് പുതപ്പ് എന്തായാലും വേണം. കാരണം എത്ര ചൂടാണെങ്കിലും എത്ര തണുപ്പാണെങ്കിലും എനിക്ക് പുതപ്പില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ മോള് ചോദിക്കൂട്ടെ, ഉമ്മി ചൂടെടുത്തിട്ട് എന്നിട്ട് ഉമ്മി പുതക്കണില്ലാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെക്കണേ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മടക്കി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി രാവിലത്തെ നാസ്ത പരിപാടി കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ ഇഷൽ മോളുടെ ടെഡി ബിയറാണ്. ഇതിപ്പോൾ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവൾ അതില്ലാണ്ട് ഉറങ്ങൂല കേട്ടോ. ഇതും കെട്ടിപ്പിടിച്ചിട്ടാണ് ഇഷൽ ഉറങ്ങണത്. ഇതില്ലാണ്ട് അവൾ ഉറങ്ങൂല, ഉറക്കം കിട്ടൂല എന്ന് പറയും അവൾ. അപ്പോൾ ഇതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആൾ കിടന്ന് ഉറങ്ങാറ്. അപ്പോൾ ഏകദേശം എൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ഒതുങ്ങി. ഞാൻ അലക്കിയതും കൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് നേരെ എനിക്ക് അടുക്കളയിലേക്ക് കയറണം. അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ അയില മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉമ്മച്ചി എനിക്ക് ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീനാക്കാൻ വിചാരിച്ച്. അപ്പോൾ ഉമ്മച്ചി അത് ക്ലീനാക്കി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് പൊരിക്കാനും എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു റോസ്റ്റ് വെക്കാൻ വിചാരിച്ചു. അയില റോസ്റ്റ് നല്ല കുരുമുളക് ഇട്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ച് നല്ല കുരുമുളക് ഇട്ട റോസ്റ്റ്. അപ്പോൾ അതും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി എടുത്ത് കഴുകി ഇടണേണ്. ഇനി അത് ചോറ് വെക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലും പുഴുക്കലരി കുറച്ചുണ്ടായിരുന്നു. കുറച്ചപ്പോൾ മട്ടരിയും കൂടെ കുത്തരിയില്ലേ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചോറ് വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതൊന്ന് ആദ്യം കഴുകി എടുക്കണം. അപ്പോൾ ഈ കുത്തരി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കും മോൾക്കും ഇഷ്ടമല്ല. മട്ടരി ഇല്ലേ, അതിനാണ് പറയണത് കുത്തരി എന്ന് പറയും. ആ അരി എനിക്ക് എന്താ അത്ര ടേസ്റ്റ് പോരാ എനിക്ക് തിന്നിട്ട്. എന്തോ രുചിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ മിക്സാക്കി ഇട്ടുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയെടുത്ത് കുക്കറിലാണ് കേട്ടോ ഞാൻ വെക്കണത്. കുക്കറിലാകുമ്പോൾ ഒരു 2 വിസിലാകുമ്പോൾ തന്നെ വേഗം വെന്ത് കിട്ടും. ചെമ്പിലാകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈം എടുക്കും. ചിലരങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്തിടും. എന്നിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഒന്ന് തിളപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലാകുമ്പോൾ വേഗം കഴിയുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ 2 ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് പുഴുങ്ങിയിട്ടൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇപ്പോൾ ഭയങ്കര വെയിലിട്ടോ, ഒരു രക്ഷയില്ല. എന്ത് വെയിലാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അത്രയും വെയിലും ചൂടും. നമ്മൾ ഒരിത്തിരി നേരം ഒന്ന് അലക്കിയതൊക്കെ വിരിക്കാൻ പോയി കഴിഞ്ഞാലല്ലേ ഭയങ്കര ദാഹിച്ച് വലന്നു പോവും. അപ്പോൾ ഞാൻ എന്തായാലും 2 ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ജ്യൂസ് അടിക്കാമെന്നൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെക്കാം. അപ്പോൾ മോൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാനിങ്ങനെ പുഴുങ്ങി വെക്കാമെന്നൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവളാകെ ഈ തണുത്ത വെള്ളം അതാണ് കൂടുതലും കുടിക്കുന്നത്. ജ്യൂസിൽ കൂടുതൽ അവൾ കുടിക്കുന്നത് ആപ്പിൾ ജ്യൂസാണ് കേട്ടോ. വേറെ മുന്തിരി അങ്ങനെയൊന്നുമില്ല. ആപ്പിൾ അടിച്ചു കൊടുത്ത് അവൾ തിന്നും. അപ്പോൾ അതവിടെ പുഴുങ്ങാൻ വെച്ച സമയത്ത് ഞാനിനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാലക്കൂട്ട് റെഡിയാക്കാൻ വിചാരിച്ച്. നമ്മുടെ ഈ സ്പൈസസ് എല്ലാം കൂടെ കൂടിയിട്ടില്ലേ, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, നല്ല ജീരകം, പെരുംജീരകം, ഇതെല്ലാം എടുത്തിട്ട് മീൻ പൊരിക്കണേൽ കൂട്ടാൻ വിചാരിച്ച്. നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ അതൊന്നും മീനിലും കൂടെ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല കുരുമുളക് ഇട്ട റോസ്റ്റും ആയി, ഒരു വെറൈറ്റി അയില ഫ്രൈയും ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ തിരഞ്ഞ് ഇങ്ങനെ എടുത്തിടണേ കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സ്പൈസസിൻ്റെ ഗ്രാമ്പു പട്ടയിലൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇനി പൊടികൾ ഇട്ട് കൊടുക്കണതാണ്. നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണതാണ്. പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച്, പിന്നെ കുരുമുളക് പൊടി അതിൻ്റെ അകത്ത് ഉണ്ട് കുരുമുളക്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തില്ല. പിന്നെ കുറച്ച് തൈര് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈരില്ലെങ്കിലും തക്കാളി ഇല്ലേ, ആ തക്കാളി ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് നമുക്ക് നമ്മുടെ മീനിൽ ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിൻ്റെ ജാറിലുണ്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മീനിലേക്ക് പുരട്ടാട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുരട്ടാൻ പറ്റില്ല. കാരണം അതിൻ്റെ മുള്ളൊക്കെ എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധമൊക്കെ ഞാനിങ്ങനെ പുരട്ടി കൊടുക്കണേ. അതിൻ്റെ അകത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യമേ ഇത് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ മസാലയൊക്കെ ആ മീനിൽ പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മസാല കൂട്ടി അപ്പം തന്നെ പോയി പൊരിക്കരുത്. പിന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതൊന്ന് ഫ്രീസറിൽ വെക്കാൻ വിചാരിച്ച്. ഇനി ഇതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ
2-3 വിസലൊക്കെ വന്ന്. അപ്പോൾ വെന്ത് ഇനി ആ വിസൽ പോയിട്ടാണ് വടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് റോസ്റ്റ് വെക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണേണ്. അപ്പോൾ അതൊക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ ഇനി ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ ഉടനെ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഇങ്ങനെ വട്ടം അരിഞ്ഞിട്ട് എടുത്തേക്കണേണ്. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം 2-3 അയിലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ വാടി വരണം. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണമല്ലോ. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് അതിൻ്റെ പച്ചമണം പോയി നല്ല രീതിയിൽ ഇതും കൂടെ ഒന്ന് വാടി വരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒക്കെ വാടി വന്നതിന് ശേഷം ഞാൻ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയും കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ വാടി വരണം. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് പുളിവെള്ളം, നമ്മുടെ വാളംപുളിയില്ലേ, അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീനും കൂടെ പൊരിക്കാൻ വെച്ച്, കാരണം കുറച്ച് നേരമായില്ലേ ഇനി മീൻ ഞാൻ വെച്ചിട്ട്. അപ്പോൾ മീനും കൂടെ ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വേപ്പിലേക്ക് വെക്കണം കേട്ടോ, കാരണം ആദ്യമേ ഞാൻ വേപ്പിലിടും. കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ അതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് വേപ്പിലിട്ടിട്ട് നമുക്ക് നമ്മുടെ മീൻ ഇട്ടാൽ മതി. അപ്പോൾ മീനിങ്ങനെ അടി പിടിച്ച് ഇങ്ങനെ വിട്ട് പോരാത്ത രീതിയിൽ ഇരിക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ പറ്റും. അപ്പോൾ അവിടെ തക്കാളിയൊക്കെ നല്ല രീതിയിലായതിനു ശേഷം ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുളക് പൊടി ഇടണില്ല കേട്ടോ, അതിന് പകരമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മെയിൻ സാധനം നമ്മുടെ കുരുമുളക് പൊടി. ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് പൊടി ഇട്ട അയിലക്കറിയാണെന്ന്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ കുരുമുളക് നല്ല അരച്ച് ചേർക്കണം നല്ലത്. കുരുമുളക് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയിട്ട് അത് ചൂടാറിട്ട് അത് അരച്ചിങ്ങനെ ചേർക്കണം. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനത് ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിവെള്ളം, ഞാൻ വാളംപുളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഞാൻ വേപ്പിലിട്ടിട്ടുണ്ട്, മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ലാണ്ട വേഗം പോകുന്നുണ്ട്. അതാണ് പറഞ്ഞാൽ അടിയിൽ ഇങ്ങനെ വേപ്പിലിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ഒട്ടിയൊന്നും പിടിക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ എൻ്റെ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിവെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ, എത്രത്തോളം പുളി വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഞാനേതായാലും അത് ഫുള്ള് ഒഴിച്ച്, അത് പാകം വരുന്നത്, അതുകൊണ്ട് ഞാനത് ഫുള്ള് ഒഴിച്ചിട്ടാണ്. ഒരു ചെറിയൊരു വാളംപുളിയാണ് ഞാൻ എടുത്തത്. അപ്പം ഇനി ആ വാളംപുളിയുടെ വെള്ളവും ഒന്ന് മിക്സായിട്ട് ഒന്നും കൂടെ ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ അല്ല കേട്ടോ മാറിപ്പോയി, വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. കണ്ടില്ല എൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്ര ചാറ് വേണോ അത്രത്തോളം ഞാൻ വെള്ളം ഒഴിക്കണമല്ലോ കേട്ടോ, കാരണം ഇവിടെ ചാറ് വേണം. ഇവിടെ എൻ്റെ മോള് ചാറിൻ്റെ ആളാണ്. ഇഷൽ എന്തുണ്ടാക്കിയാലും ഇഷലിന് ചാറ് മതി, അതിലെ കഷ്ണങ്ങളൊന്നും കൂട്ടൂല. ഇഷലിന് ഒരുപാട് ചാറാണ്, ചാറ് എത്രത്തോളം കൊടുത്താൽ അത്രത്തോളം ഇഷ്ടമാണ് ഇഷലിന്. അപ്പോൾ ഇനി ചാറ് ഒന്ന് തിളച്ച് വന്നിട്ട് ഞാൻ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുവിധം മൊരിനൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കോരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ എൻ്റെ ഇവിടെ ചാറൊക്കെ ഇവിടെ റോസ്റ്റിൻ്റെ ചാറ് തിളച്ച് വരണുണ്ട്. ഇനി ഞാൻ മീൻ ഓരോന്ന് ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ പതിയെ ഞാൻ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചിലരിങ്ങനെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കും. ഞാൻ അപ്പോൾ ഓരോന്നോരോന്നാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഓരോന്നോരാകുമ്പോൾ അവിടെ കിടന്നോളൂ, ഇതായിക്കോളൂല്ലോ, കട്ട പിടിക്കാണ്ടിരുന്നോളൂല്ലോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേണ് കേട്ടോ. വേപ്പില ഇട്ട് കൊടുക്കണം, പക്ഷേ ഒരു കൈ കൊണ്ട് പറ്റുള്ളൂ. ഒരു കയ്യിൽ ക്യാമറ ഞാൻ കാണിച്ചു തരാം, ഞാൻ എന്താ കാട്ടിക്കൂട്ടണത്. അതേ കണ്ടില്ലേ, ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിലിരിക്കണ വേപ്പില കിട്ടണില്ല, പോരാൻ ഭയങ്കര പാട്. അപ്പോൾ ഏതായാലും ക്യാമറ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് വേപ്പിലേക്കൊന്ന് ഇടാൻ വിചാരിച്ച് എന്തായാലും ആ ഒരു ഇത്തിരി വേപ്പിലിട്ടിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കാം, തിളച്ചതിന് ലാസ്റ്റ് ആവുമ്പില്ലേ നമുക്കൊന്നും കൂടെ ഒന്ന് വേപ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ 3 അയിലായിട്ടുണ്ട്. ഇനി 2 കൂടെ പൊരിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇത് വെന്ത് വരണം. ഇത് ഇനി കയ്യിലിട്ടിട്ട് ഇളക്കരുത് കേട്ടോ, ഞാനിങ്ങനെ വെറുതെ കാണിച്ചെന്നുള്ളൂ. സാധാരണ ഇങ്ങനെ ചട്ടി പിടിച്ചിട്ടാണ് നമ്മൾ ഇളക്കാറ്. പക്ഷേ ഒരു കയ്യിൽ ഫോണും പിന്നെ ചൂടൊക്കെ കൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ എൻ്റെ കുരുമുളക് ഇട്ട നല്ല സ്മെല്ല് വരണ്ടിട്ടുണ്ടായിട്ട്, നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണം അടിക്കണമായിരുന്നു.
കാരണം കുരുമുളകല്ല, കുരുമുളകിൻ്റെ മണവും നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അതേ എൻ്റെ അടുത്ത ട്രിപ്പ് മീൻ പൊരിക്കാനായിട്ട് അതും റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ല, എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മീൻകറിയും റോസ്റ്റും കുരുമുളകിൻ്റെ റോസ്റ്റും ആയിട്ടുണ്ട്, അയില ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് പപ്പടം ഇല്ലാതെ എന്ത് ചോറല്ലേ, ഇവിടെ പപ്പടം വേണം കേട്ടോ. എനിക്ക് എൻ്റെ മോൾക്ക് നിർബന്ധമാണ് പപ്പടം ഇല്ലാണ്ട് എന്താണെന്നറിയില്ല, ചോറും ഒരു സുഖം കിട്ടൂല. അപ്പോൾ ഇവിടെ പപ്പടമൊക്കെ പൊരിച്ച് അതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ ചോറും ആയിട്ടുണ്ട്. ചോറൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് വടിച്ച് അത് വടിപ്പത്തുനിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പപ്പടവും പൊരിച്ചും അതും ആയിട്ടുണ്ട്. ഇനി മീനൊക്കെ പൊരിച്ചത് കറിയൊക്കെ ആയി. ഇനി മീൻ പൊരിച്ചത് മൂടി വെച്ചിട്ടുള്ള അതിന് മൂടി വെക്കണം. അപ്പോൾ ചോറും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പണി അടുക്കള ഒതുക്കൽ. ഇനി അടുക്കള ഒതുക്കിയിട്ട് വേണം നമുക്കൊന്ന് പോയിട്ട് ഫ്രഷ് ആവാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ പുളിയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ച്. നമ്മുടെ പുളി ഉണങ്ങി കിട്ടിയിട്ടാണ്. കുറച്ച് ദിവസമായാലും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അല്ല, നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയിട്ടൊന്ന് ഇനി ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻസൊക്കെ അയക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ.